മോഷ്ടാക്കൾ കൃഷ്ണപുരം രാജ്യത്ത് പ്രവേശിച്ചു. ആ സമയത്ത് രാത്രികാലങ്ങളിൽ കവർച്ചയുടെ ഒരു പരമ്പര തന്നെ നടന്നിരുന്നു. കുറ്റവാളികളെ പിടിക്കാൻ ആർക്കും കഴിയുന്നില്ല. മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട രാജാവ് വളരെ അസ്വസ്ഥനായിരുന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, നാമും നമ്മുടെ ഭടന്മാരും പഠിച്ച പണി 18 നോക്കിയിട്ടും നമ്മുടെ രാജ്യത്ത് വിലസുന്ന മോഷ്ടാക്കളെ പിടിക്കാൻ കഴിയുന്നില്ല. ഇനി മന്ത്രിക്ക് മാത്രമാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പ്രഭു. എന്ത് പറ്റി? പയ്യേ? ഒന്നുമില്ല. നമ്മുടെ രാജ്യത്ത് ഒരു കൊള്ളസംഘം വിലസുന്നുണ്ട്. അവരെ പിടിക്കാൻ രാജാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇന്നലെ കള്ളം കയറി. അവിടുത്തെ വേലക്കാരി രമൺ ചേച്ചി പറഞ്ഞോ. ആണോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നീ നമ്മുടെ പക്കലുള്ള പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറയണം. അയ്യോ, അതെന്തിനാ? അപ്പോൾ അത് നാട് മുഴുവൻ അറിയില്ലേ? അപ്പോൾ കള്ളന്മാർ നമ്മുടെ വീട്ടിലും വരില്ലേ? വരണം. വരാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയൂ. അങ്ങനെ പിറ്റേ ദിവസം മന്ത്രി പറഞ്ഞത് പ്രകാരം തങ്ങളുടെ പക്കലുള്ള പണത്തെക്കുറിച്ചുള്ള കഥകൾ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ മന്ത്രിയുടെ സമ്പത്തിനെ കുറിച്ച് ആ ഗ്രാമം മുഴുവൻ സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം മോഷ്ടാക്കളുടെ ചെവിയിലും എത്തി. നമുക്ക് ആ മന്ത്രിയെ ഒന്ന് നിരീക്ഷിക്കണം. അവൻ പഠിച്ച കള്ളനാണ്. നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി വല്ലതുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എങ്ങനെയെങ്കിലും അവന്റെ വീടിനുള്ളിൽ കയറിപ്പറ്റണം. അവന്റെ നീക്കങ്ങൾ വീക്ഷിക്കണം. അങ്ങനെ അവരിൽ ഒരാളെ കൊള്ളത്തലവൻ മന്ത്രിയുടെ വീട്ടിൽ ചാരപ്പണി ചെയ്യാൻ വേണ്ടി ജോലിക്കാരനായി വിട്ടു. പണമൊന്നും തരില്ല, എന്ന് ഭക്ഷണം തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോളൂ. എന്താ പ്രശ്നം? ആരാണ് ഇയാൾ? ജോലി അന്വേഷിച്ചു വന്നതാണ്. പണമൊന്നും കൊടുക്കണ്ട, ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഇയാൾ ഒരു വഞ്ചകനാണെന്ന് മന്ത്രിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷെ മന്ത്രി അറിഞ്ഞ ഭാവം നടിച്ചില്ല. ശരി, അദ്ദേഹത്തോട് ആദ്യം വിറക് കീറാൻ പറയും. പിറക് വശത്തുണ്ട്, കാണിച്ചു കൊടുക്കും. അന്ന് രാത്രി അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ആ പെട്ടി വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നമുക്ക് ആ പെട്ടി കിണറ്റിലിടാം. അവിടെ വെള്ളത്തിനടിയിലാവുമ്പോ ഒരു കൊള്ളക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് സുരക്ഷിതമായിരിക്കും. മന്ത്രിയും ഭാര്യയും കൂറ്റൻ കൂട്ടുള്ള ഒരു വലിയ മരപ്പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുജോലിക്കാരൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ മന്ത്രിയും ഭാര്യയും പോയി കിടന്നുറങ്ങി. മന്ത്രിയുടെ മേൽ ചാരപ്പണിയെ നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, മന്ത്രിയുടെ ഇക്കാലം അത്രയുള്ള സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് എനിക്കറിയാം. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ എല്ലാവരും കൂടി അപ്പോൾ തന്നെ മന്ത്രിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മന്ത്രി ധാരാളം മരങ്ങൾ നട്ടുവളർത്തിയ വീട്ടുമുറ്റത്തേക്ക് അവരുടെ കൂട്ടാളി അവരെ നയിച്ചു. ചാരപ്പണി നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ കൂട്ടാളി കിണർ ചൂണ്ടി പറഞ്ഞു, അവിടെയാണ്. നമ്മളെങ്ങനെ പെട്ടി ഉയർത്തും? എന്തായാലും അതിന് അത്യാവശ്യം ഭാരമുണ്ട്. നമുക്ക് കിണറിലെ വെള്ളം വറ്റിക്കാം. അപ്പോൾ പെട്ടി ഉയർത്താൻ എളുപ്പമാകും. അങ്ങനെ എല്ലാവരും കൂടി കിണർ വറ്റിക്കാൻ തുടങ്ങി. കിണറിന് ചുറ്റും മരങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തിരക്കിൽ മന്ത്രി വന്നത് അവ അറിഞ്ഞില്ല. മണിക്കൂറുകളോളം പണിയെടുത്ത് വെള്ളം കോരി കവർച്ചക്കാർ തളർന്നിരുന്നു. മതി, എല്ലാ ചെടികൾക്കും ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഒഴുക്കിക്കളഞ്ഞ് പാഴാക്കണ്ട. വെള്ളം അമൂല്യമാണ്. മന്ത്രിയെ കണ്ടപ്പോൾ കള്ളന്മാർ സ്തംഭിച്ചു പോയി. അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച വഴി
കാവൽക്കാരും പടയാളികളും ചേർന്ന് തടഞ്ഞു. അവർ കവർച്ചക്കാരെ കീഴടക്കി ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധിയിൽ കൊള്ളക്കാരെ പിടിച്ച കഥയും തന്റെ തോട്ടത്തിൽ കൊള്ളക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച കഥയും നാടാകെ പരന്നു.